അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. താങ്കൾക്ക് ഇപ്പൊ ഏതാണ്ട് 37 വയസ്സായിരിക്കുന്നു. അതിനൊന്നും ഇല്ലേ? ഈ ഇനിയിപ്പോ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ സംഭവം പറ കേക്കട്ടെ. താങ്കൾ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അവിവാഹിതനായി തന്നെ മുന്നോട്ട് പോകാനാണോ? രാഷ്ട്രീയത്തിൽ എന്താണ്? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവിവാഹിതനായി തന്നെ മുന്നോട്ട് പോകാനാണോ? രാഷ്ട്രീയത്തിൽ എന്താണ് താങ്കൾ? അല്ല, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പദ്ധതി മനസ്സിലുണ്ടോ? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊന്നും എന്നോട് പറയാനില്ലേ? നിലവിൽ അങ്ങനെ ഒരു പദ്ധതി മനസ്സിലുണ്ടോ? സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാട്ടും. വേണ്ട എന്ന് വെച്ചിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. താങ്കൾക്ക് പ്രണയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിനപ്പുറം ഇല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ അത് സമയമാകുമ്പം ഉണ്ടാകും. ഇത് വല്ല ഇടങ്ങേറായല്ല. അത് ചിലപ്പോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോക്കായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കും. ഞാൻ ഉത്തരം തന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.